ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മനസ്സിലെ കുർബാനയിലും കൊന്തയിലൊക്കെ ഒന്ന് ഓർക്കണം. നമുക്കറിയാം ഇവിടെ വൈദികർ രൂപപ്പെടുത്തുന്ന വൈദിക വിദ്യാർത്ഥി രൂപപ്പെടുന്ന പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി മോണസ്ട്രി ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ അഭിഷേകം സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി. അപ്പോൾ അതിൻ്റെ ഫോർമേഷൻ കുട്ടികൾ ധാരാളം ഉണ്ട് രണ്ടിലും. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും. വട്ടാലിസിന് വേണ്ടി, സിസ്റ്റർ എമിക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥന ഇടയ്ക്ക് ഓർക്കണം കേട്ടോ. ഫോർമേഷൻ്റെ കാര്യങ്ങളിൽ ഫുള്ളി ആയതുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ എന്തോ ഒരു ടേം ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ വെറുപ്പിക്കില്ല, അത് വെറുപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. ഒരു ലോക്കൽ ടേമായിട്ട് എനിക്ക് വലിയ അറിയത്തില്ലായിരുന്നത്. ഇങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഒരാളിൽ ചോദിച്ചിട്ട് അത് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സെൻസ് നമുക്കറിയാം. എന്ന് പറയുന്ന പോലെ ബൈബിളിൽ ദൈവത്തിനെ വെറുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. ഇങ്ങനെയാണ്: ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നവനും നീതിമാന്മാരുടെ മേൽ കുറ്റം ചുമത്തുന്നവനും ഒന്നുപോലെ കർത്താവിനെ വെറുപ്പിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. അതായത് ഒരു ദുഷ്ടൻ, അവനിത് ചെയ്തിട്ടെന്നറിയാം. അപ്പോൾ അവനോട് നമുക്കൊരു അനുഭാവം ഉണ്ട്. അത് തെറ്റല്ല ചെയ്ത് തെറ്റല്ല അല്ല എന്ന് പറഞ്ഞിട്ട് അവനെ സപ്പോർട്ട് ചെയ്തിട്ട് അവൻ്റെ തെറ്റിനെ മറച്ച് പിടിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. പിന്നെ അടുത്ത കാര്യം പറയുന്നത്, നീതിമാനാണ് ഒരാൾ, പക്ഷേ നമ്മളിന്ന് മനഃപൂർവ്വം അവനെ കുറ്റം ചുമത്തുക. അതാണ് ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നവനും അതേപോലെ നീതിമാന്മാരായ ആൾക്കാരെ കുറ്റം ചുമത്തുന്നവനും ഒന്നുപോലെ കർത്താവിനെ വെറുപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുമ്പോഴും സമൂഹത്തിൽ ഓരോ കാര്യത്തിലും ഒക്കെ വരുമ്പോൾ നമ്മൾ നല്ലൊരു വിവേചനം ഉപയോഗിക്കണം. അത് എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു വിവേചനം എടുത്തിട്ട് നമ്മളത് കർത്താവിൻ്റെ ആത്മ ഉറപ്പ് വരുത്തിയിട്ട് പറയാവുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യുകയും ചെയ്യാവുള്ളൂ. എന്ന് പറഞ്ഞാൽ തെറ്റിനെ അപ്പം നമ്മൾ ന്യായീകരിക്കാൻ പറ്റും. തെറ്റാണെന്ന് പറയണം, പക്ഷേ അതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ പോലെ അതിന് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടോ നമ്മൾ നോക്കണം. അതാണ് നീതിമാന്മ കുറ്റം ചുമത്തി അതിന് പ്രത്യാഘാതം ഉണ്ട്. കർത്താവിനെ വെറുപ്പിക്കുന്ന പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക്കൽ ടേമുകളൊക്കെ ഉപയോഗിക്കുമ്പോഴും ഒരു ആത്മീയമായ അർത്ഥവും കൂടെ നമ്മുടെ മനസ്സിലുണ്ട് കേട്ടോ. അതെല്ലാം മനസ്സിൽ പതിയട്ടെ. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.